ഹലോ അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. ഒരുപാട് നാളായി ഞാനൊരു വീഡിയോസ് ചെയ്തിട്ട്. ഇൻഷാല്ലാ നമുക്ക് ഇന്നൊരു വീഡിയോസ് ചെയ്യാം കേട്ടോ. എന്താണെന്നുള്ള നമുക്ക് കാണാം. പായോ ഞാനും കെട്ടിയോളും കൂടി ഇന്ന് ഉണ്ടാക്കാൻ പോണത് ലക്ഷദ്വീപിലെ വെന്തനെയ്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കണ ഒരു നെയ്യാട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങകളാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതിനുള്ള തേങ്ങയാണ് ഞാനിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെടുത്ത് തേങ്ങയെ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുക. അതിൻ്റെ മുകളിലുള്ള ഞാരുകളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കത് ചിരവാൻ. എടി അങ്ങനെയല്ല ഇങ്ങതാ ഞാൻ കാണിച്ചു തരാം. ഇങ്ങതാ തേങ്ങ നമ്മൾ ഇതേപോലെ ഇങ്ങനെ എടുക്കുക. ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും. നല്ല രസമാണ് കേട്ടോ, വെള്ളം കുടിക്കാൻ നല്ല രസമാണ്. ഇതിൽ തന്നെ വെള്ളം കുടിക്കുമ്പോഴാട്ടോ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഞാനിവിടെ 5 തേങ്ങയാണ് എടുത്തത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട്. അതാണ് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി. അപ്പോൾ 5 തേങ്ങ ആകുമ്പോൾ 10 മുറിയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നല്ല രീതിയിൽ ചിലവെടുക്കണം. ഈ പണിയൊക്കെ കെട്ടിയോളാണ് എടുക്കേണ്ടത്. പക്ഷെ എന്നാലും ഞാൻ പാതി ദൈവം പാതി എന്ന പോലെ ഞാൻ പാതിപ്പണി കെട്ടിയോള് പാതിപ്പണി. അതാണ് നമ്മളെ പോളിസി. ഇതാണ് നമ്മൾ ചിരവെടുത്ത തേങ്ങ. 10 മുറി നമ്മൾ ചിരവെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ തേങ്ങ ആട്ടോ ഇത്. എൻ്റെ നാട്ടിൽ ഇതിനെ ഫീര എന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ആക്കുക. നമ്മുടെ നാട്ടിലെ ഫുള്ള് തെങ്ങായതുകൊണ്ട് തെങ്ങിൻ്റെ ഐറ്റംസ് കൊണ്ടാട്ടോ നമ്മൾ തീ കത്തിക്കാറ് അടുപ്പിൽ. ഇതേ തെങ്ങിൻ്റെ തന്നെ കോച്ചിലുണ്ട്, കുലഞ്ഞുണ്ട്, അതേപോലെ തന്നെ തുവടിയുണ്ട്. ഇങ്ങനെ കണ്ട തെങ്ങിൻ്റെ ഐറ്റംസാണ് നമുക്ക് പെരുത്ത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ബാക്കിയുള്ള പണി നമ്മൾ കെട്ടിയോട് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ ചിരവെടുത്ത തേങ്ങ നല്ല രീതിയിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. അപ്പം അതിനൊക്കെ കഴിവുകളുള്ള നമ്മളെ കെട്ടിയോളൂ നമ്മളെ ഉമ്മമാരൊക്കെയാണ്. അപ്പോൾ ബാക്കി അവർ ചെയ്തോളും. നമ്മളിങ്ങനെ മാറി നിന്ന് നോക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ പിഴിഞ്ഞെടുത്ത പാല് നല്ല രീതിയിൽ അതേപോലെ തന്നെ ആ വെള്ളത്തോടു കൂടി ആ വെള്ളം അതിലുണ്ടാവണം. അതോടുകൂടി നമ്മൾ ചെമ്പിലേക്ക് ഇടുവാണ്. സാധാരണ നമ്മൾ ഉമ്മമാർ പുറത്തുള്ള അടുപ്പിലാണ് ഇത് ഉണ്ടാക്കാറ്. പക്ഷെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഏത് ടൈമിലും നമുക്ക് മഴ വരും. അത് കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല, നമ്മൾ ഉള്ളിലുള്ള അടുപ്പിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ ഇതിനടുത്ത് ഇറക്കി വെക്കും. എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി. ചൂടാറിയതിന് ശേഷം നല്ല രീതിയിൽ അതിനെ പിഴിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പാൽ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു തുള്ളി പോലും പീര ഉണ്ടാവാൻ പാടില്ല. ഇച്ചിരി പീര പോലും അതിലുണ്ടാവാൻ പാടില്ല. നമ്മൾ എബൂസും കട്ടിയോളും കൂടി നമ്മളെ വെന്തനെ റെഡിയാക്കുന്നുണ്ട്. വാവ്, അങ്ങനെ ഏകദേശം നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. നമ്മൾ ഏകദേശം ഈ ഒരു ചെമ്പിൻ്റെ 1/4 ഭാഗം തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു. അത് കുറുകി ഇപ്പോൾ ഏകദേശം 1/4 ഭാഗം മാത്രം പാലേ ഉള്ളൂ. ഇനിയും കുറച്ചും കൂടി കുറുകാനുണ്ട്. അവസാനം നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് കിട്ടി കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ കളർ വെള്ള നിറത്തിലാട്ടോ. ഇതിന് പ്രത്യേകിച്ച് നിറങ്ങളോ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു സാധനം കണ്ടില്ലേ, ഇതിന് എൻ്റെ നാട്ടിൽ ഉരുക എന്നാണ് പറയുന്നത്. മറ്റ് ദ്വീപിൽ ഇതിന് പല പേരായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ ഇനി ചെറിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. ചുവപ്പ് കളറായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് വെളിച്ചെണ്ണ മഞ്ഞ നിറത്തിൽ നമുക്ക് കിട്ടും കേട്ടോ അവസാന നിമിഷം. അങ്ങനെ ഫൈനലി നമ്മുടെ നാച്ചുറൽ വെളിച്ചെണ്ണ ബന്ധനെയ്, ലക്ഷദ്വീപിലെ ബന്ധനെയ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചാൽ ഉരുക എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് തിന്നാനും പ്രത്യേക തന്നെ ടേസ്റ്റ് ആട്ടോ. ഈ ഒരു സാധനത്തിന് നല്ല അന്യായ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് തിന്നുമ്പോൾ അതിൻ്റെ രസം കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ കെട്ടിയൊക്കെ കൂടി കൊടുക്കാം. അന്യായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റ്. കാരണം ഇത്രയും തേങ്ങാപ്പാൽ എല്ലാം കുറുകി അവസാനം നമുക്ക് കിട്ടിയൊരു സാധനമാണിത്. ആ തേങ്ങാപ്പാൽ മാത്രം വെച്ച് നമ്മൾ കുറുക്കി എടുക്കണതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ആവും കേട്ടോ. നല്ലൊരു അടിപൊളി സാധനമാണ് ഈ ഒരു സാധനം.
നല്ല മധുരം ഉണ്ട് കേട്ടോ ഈ ഒരു സാധനത്തിന്. കാരണം നമ്മൾ ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യണില്ല. അങ്ങനെ നമുക്ക് കിട്ടിയ ഉരുക കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൂസും കെട്ടിയോളും ഞാനും നമ്മളെ 3 പേരും ഇവിടെ ഉണ്ട് കേട്ടോ. ഫൈനലി നമ്മുടെ ബന്ധനെ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ നല്ല മഞ്ഞ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവസാനം. ഇതാട്ടോ ലക്ഷദ്വീപിലെ ബന്ധനൈ എന്നറിയപ്പെടുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധനൈയാട്ടോ ഇത്. ലക്ഷദ്വീപിലെ നമ്മുടെ പഴയകാല ഉമ്മമാർ ഇത് ഉണ്ടാക്കാറുണ്ടായിരുന്നു അവിടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള ആൾക്കാരൊന്നും അധികം ഇത് ഉണ്ടാക്കാറില്ല. കാരണം നമുക്ക് വെളിച്ചെണ്ണ പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അധികം ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയുള്ള നമ്മുടെ ഈ കൊച്ചു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.